Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ഇഡ്ലി ഉപ്പുമാവാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ്. ഞാനിവിടെ 2 ഇഡ്ലി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോണത്. അപ്പം നിങ്ങൾക്ക് ഇഡ്ലിയുടെ എണ്ണം കൂട്ടുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടി ഒന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ 2 ഇഡ്ലിയെ ഞാൻ അതേ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ബ്ലെൻഡറോ ചോപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പൊടിച്ചാൽ മതി. ഇതിപ്പം 2 എണ്ണം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ചെയ്തു എന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഉണ്ടാക്കിയ ഉടനെയുള്ള ഇഡ്ലി വെച്ചിട്ട് ഇഡ്ലി ഉപ്പുമാവ് ഉണ്ടാക്കാൻ നോക്കിയാൽ ശരിയാവില്ല. കാരണം അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ലല്ലോ, അതിന് കുറച്ച് പശിമ ഉണ്ടാവും, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ നല്ലോണം തണുത്തൊരു ഇഡ്ഡലിയാണ് വേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് തലേന്നത്തെ ഇഡ്ഡലിയാണ്. അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. തലേന്നത്തെ ഇഡ്ഡലി ഫ്രിഡ്ജിലും കൂടി വെച്ചതാവുമ്പം ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മൾ ഇനി ഇതിൽ വറുത്തിടാൻ പോകുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഇടുന്നുള്ളൂ. അതായത് 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും. ഇതൊന്നും കൂടാതെ കുറച്ചൊരു പ്രോട്ടീനും കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവാനായിട്ട് ഞാൻ കുറച്ച് പീനട്ട്സ് ഇടുന്നുണ്ട്. ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നത് ആ 2 ഇഡ്ഡലിക്ക് കണക്കായിട്ടുള്ളതായത് കാരണമാണ്. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പകുതി മുളകിനെ ഞാൻ പകുതിയാക്കുക ചെയ്തത്, അത്രേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് കറിവേപ്പില. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ നമുക്കിങ്ങനെ ഒന്ന് പിച്ചി പറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണം ഒന്ന് നല്ലോണം സ്പ്രെഡാവും. പിന്നെ ഒറ്റൊരു പച്ചമുളകും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, പിന്നെ അതുകൂടാതെ ഒരു വെള്ളിയുള്ളിയുടെ പകുതി ഭാഗം അത് ചോപ്പ് ചെയ്തിട്ട് ഇത്രയും ഇട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വാടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ടോട്ടലി ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങളുടെ ഉപ്പുമാവ് വെളുത്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിട്ട കാരണം നമ്മുടെ ഉപ്പുമാവ് മഞ്ഞയായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുണ്ട്, അത് ഓർമ്മ വേണം. പിന്നെ നമ്മൾ ഉള്ളിയിലും കുറച്ച് ഒരു നുള്ളു ഉപ്പിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി കാര്യമായിട്ടൊരു പണിയൊന്നുമില്ല. നമ്മളെ യൂഷ്വൽ ഉപ്പുമാവിനെ പോലെ ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാനില്ല. ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് ഇതിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതോടുകൂടി ഇത് റെഡിയായി. ഒരു 5 മിനിറ്റ് തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ടോ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റിയൊരു സാധനമാണ്. കാർബ്സും കുറച്ച് പീനട്ട്സൊക്കെ ഉള്ള കാരണം കുറച്ച് പ്രോട്ടീനും ഒക്കെ ഉണ്ട്. ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം അതിൻ്റെ കൂടെ അയച്ചാൽ മതി. അവർക്കൊരു ബാലൻസ്ഡ് ലഞ്ച് തന്നെയായിരിക്കും. പിന്നെ ബാക്കി വന്ന ഇഡ്ഡലി കളയാതിരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസമാണെങ്കിലും ഒക്കെ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഇഡ്ഡലി ഉപ്പുമാവ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.